வணக்கம் மகளே, வெல்கம் டு த சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஆ இன்னைக்கு வந்து அடி காப்பேரே கூட்டமணி அப்படின்னு சொல்லிட்டு ஒரு மூவி பார்க்க போறோம். ஓகே கைஸ், எல்லாரும் பார்ட் 1, பார்ட் 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷனில் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம். போயிடலாமாக்கா? ഓക്കെ. കൈ അനക്കാതെ വെക്കണേ. ആ വേദനിച്ചോ? ഇല്ലല്ലോ, സാരില്ല കേട്ടോ. മതിയടാ മതി, നിന്റെ തുപ്പല് വീണ അവിടെ പഴക്കും. ഞാൻ ഒരു തരാം. അടുക്കളയിലൊന്നും കയറാറില്ലല്ലേ, നല്ല സോഫ്റ്റ് കൈ. ലക്ഷ്മി, നല്ല സുഖം. തന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ താനും കൂടെ മനസ്സിലാക്കണേ. ഇതിക്കുള്ള എന്താവസ്ഥ? മതിയല്ലേ, എന്തായാലും ഇത്രയായില്ലേ. ഇന്നൊരു ദിവസം കൂടെ താൻ ഞങ്ങൾക്ക് തരണം. ഇന്ന് രാത്രി എന്തൊക്കെ സംഭവിച്ചാലും ശരി, തന്നെ ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും, ഉറപ്പ്. തനി ഭക്ഷണം കഴിക്കും. അതെ, കഴിക്കില്ല ചൂ. നല്ല വട സാമ്പാർ இவனடா ரொமான்ஸ் பண்ணிட்டு ഞാൻ இருக்கான். വാരി തരണ്ടല്ലേ. കുട്ടി കഴിച്ചോളൂ. എങ്ങനെ ഇറക്കാനാ പ്ലാൻ? പലർക്കും ഡൗട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നോക്കണം എന്നുള്ളൊരു സമയം പോകുന്നതും റിസ്കാ. അതൊന്നും അല്ല എന്റെ പേടി. മുന്നും പിന്നും ആലോചിക്കാതെ എടുത്ത് ചാടുന്ന ആളാ എന്റെ അപ്പ. കൂടെ കുറെ ഗുണ്ടകളും. എന്തോ ഭാഗ്യം കൊണ്ട് അപ്പ ഇതുവരെ ഇവിടെ വന്നില്ല. പക്ഷെ അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പ ഇവിടെ വന്നാലുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. யார் அவங்க அப்பாவா? இன்னும் மூஞ்செல்லாம் மஞ்சள் தடவி வச்சிருக்காங்க. ഇഞ്ചക്ഷൻ പോടുക്കാരുടാ. என்னாச்சு இவங்களுக்கு மறுபடியும்? இல்ல யாரா அவன்? அப்பா കഥ ഓർക്ക് ഞാനാ. ആ വരുന്നടാ. കയ്യിലെങ്കിലും താഴ്ത്തിയിട്ടാ. മിനറൽ വാട്ടറാ. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാ മതിയേ. செக் அவுட் ஆயிட்டா. ഡേയ്, എന്തോന്നാണ് ഈ കാണിക്കണത്? ഇപ്പൊ നീ അങ്ങനൊക്കെ പറയും, പക്ഷെ ഏണി ചവിട്ടി ഇറങ്ങുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഇറങ്ങി നോക്കുമ്പോഴേ അതിന്റെ പാട് വൈകും. കുട്ടി വരുന്നു, നമുക്കൊന്ന് വാമപ്പ് ചെയ്ത് നോക്കാം. കുട്ടി വരുന്നില്ല, തന്നെത്താൻ അങ്ങ് വാമപ്പിയാ മതി. ഓക്കെ. കുട്ടി പിടിക്കണ്ട കേട്ടോ. ഇവര് പറയുന്ന പോലെ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല, വളരെ സിമ്പിൾ ആണ്. ഞാനില്ലേ കൂടെ. എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ஐயோ எனக்கு காரப்பூரி சாப்பிடும் போல இருக்கு. அதான் എന്നാ പിന്നെ ഞാനൊരു ബക്കറ്റ് സോപ്പ് എടുത്തോണ്ട് വരാടി. 10 രൂപ ടിക്കറ്റ് വെച്ച് ഷോയും നടത്താം. അയ്യാ റെഡി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒന്ന് കുളിക്കാനുള്ളത്. ഞാൻ ആകെ മുഷിഞ്ഞ നാറി. ഈ കോലത്ത് വീട്ടിൽ കറിച്ചെന്ന വീട്ടുകാരെന്ത് വിചാരിക്കും? അതെന്താ, നമുക്ക് ബാത്റൂമിൽ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാലോ. കുറച്ചുകൂടെ ഇരട്ടിക്കോട്ടെ. റമോ, നീ ചുമ്മാതിരി. നീ കൊറേ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ആദ്യം നീ പോയി കുളി. ഈ കാര്യത്തിൽ ഞങ്ങൾ റമോടെ കൂടെ പാവികളാ. ഒരു പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഞാൻ ഇവന്റെ അവനെ കൂടെ. പപ്പിയാ. അധിഷ്ഠലക്ഷ്മിയെ കുളിപ്പിച്ചിട്ടേ ഞങ്ങൾക്ക് ഇനി വിശ്രമമുള്ളൂ. നിനക്കൊക്കെ ഇതെന്ത് പറ്റിയടാ? அட பாவிகளா. കുളിച്ചെന്ന് വെച്ചിട്ട് നിനക്കെന്താണോ കുഴപ്പം? ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ എല്ലാരും കൂടെ പങ്കിട്ടെടുത്തോ. ഞാൻ ഏറ്റു. ഞങ്ങളേറ്റു. അതെ. അതെ കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണം. കുട്ടിയെ കുളിപ്പിച്ചിട്ടേ ഇനി ഞങ്ങൾക്ക് മാറിക്ക്. ഇനി എനിക്ക് വിശ്രമമുള്ളൂ. വേറെ സോപ്പുണ്ട്, വേറെ സോപ്പില്ലേ? അത് സോപ്പെടുത്ത് மைசூர் சாண்டல் பாதி காலி. இவ்வளவு கலவரத்துல இவ்வளவு குதுகலம். அதானே. നിന്റെ ടെൻഷൻ കണ്ടാ തോന്നുന്നല്ലോ അവള് പ്രസവിക്കാൻ കിടക്കുവാന്ന്. ഡേയ്, നീ എല്ലാം കൂടെ എന്തിനാടാ ഇവിടെ കുച്ചടിച്ചേക്കണത്? ആ അത് തന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. അവള് കുളി തുടങ്ങി കാണുമോ? ദ്വാരപാലക. பாரபாலகா. ഒരു പെങ്കൊച്ചു കുളിക്കണടത്ത് എല്ലാം കൂടെ കൂടി ഇന്ന് കൂത്താടിക്കള. ഇവിടെ ഞാൻ മാത്രം മതി. പോ, 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 പോ. പറയാൻ പറ്റില്ലല്ലേ. പറയാൻ പറ്റില്ല. ദേ തുടങ്ങി. யாருதான் உனக்கு? ഇത് അവള് കുളിക്കുന്ന ശബ്ദമാണോ അതോ വൃത്തികെട്ടവനെ. അതിന്റെ പെണ്ണുങ്ങൾക്ക് മൂത്രം ഒഴിച്ചു? ആഭാസന്മാർ ഇങ്ങനെയൊക്കെ പോയി നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവികമായിരിക്കും. അതെന്താ? ഇവനെയൊക്കെ നാട്ടുകാർ തല്ലി കൊല്ലുന്നു. അതെങ്ങനെ സ്വാഭാവിക മരണമാകുന്നു? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണ്. അയ്യ, നല്ല ഹ്യൂമർ സെൻസ്. ഇതും വെച്ചായിരിക്കും നീ അവളെ വളയ്ക്കാൻ പോണത് അല്ലേ? വളയ്ക്കാനും? ആരെ വളയ്ക്കാൻ? ഓഹോ, അപ്പൊ നിനക്ക് ഇതുവരൊന്നും മനസ്സിലായില്ലേ? നമ്മുടെ ദ്വാരപാലകൻ അവളോട് ഒരു ഇത് പ്രേമം എന്തായിരുന്നു പ്രകടനം? തുണി വലിച്ചു കീറുന്നു, കൈകെട്ടി കൊടുക്കുന്നു, കുളിപ്പിക്കാൻ കൊണ്ടുവന്നു. ഒന്ന് പോളിയാണ്, ചുമ്മാ അനാവശ്യം പറയാം. പ്രേമൊന്നുമില്ല അളിയാ, ഒരു താല്പര്യം. താല്പര്യം. ஓ, இப்படி முடிச்சிருக்கு. அட பாவிகளா. இவனுங்க பண்ற விஷயம் தாங்களடா. யாருடா அவனுங்க? അളിക, നമ്മുടെ കുളിമുറി ഒരു കിട്ടിലായിട്ട് നിന്ന് കുളിക്കും. എന്റെ ജീവിതം തന്നെയായി അളിയ. നമ്മളും കുളിക്കുന്നത് സോപ്പ് വെച്ചാണല്ലോ. ഇപ്പോഴൊന്നും ഈ മണം വരാറില്ലോ. അത് ഫെറമോണിന്റെ. എന്തിന്റെ ഫെറമോൺ. അത് സംഭവം? അത് എനിക്ക് പറഞ്ഞോടാ, ഞാനും കേട്ടിട്ടേ ഉള്ളൂ. അളിയ, ഈ മണം ഒരു പണിയാവോ? പണിയോ? പണിയാ.
എന്ത് പണി? இவன் கஞ்சாவோட பயங்கர போதே. யாரா அவன்? இவன் ஃபுல் போதையில் இருக்கான்பா. ஓ டுவேட்டே வச்சிட்டாங்க. பாட்டு வேற போட்டாங்கடா. இவனாவது வர போறான் பாத்ரூமுக்கு. அதான். വൃത്തികെട്ടവനെ. പട്ടി മാറിടാനൊരു തുണി തരുമോ? ഇത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഒന്നുമില്ല, ചോദിക്കുമ്പോൾ തുണി എടുത്തു തരാം. ഉള്ളതാണ് തന്നത്. പിന്നെ വെള്ളത്തിൽ വീണ ഞാൻ എങ്ങനെ ഇടും? അത് ഞാൻ അതിനെന്താ തുണി ഞാൻ തരാലോ. വേണ്ട. അതെന്താ പിന്നെ കുട്ടിക്ക് തുണി ഓ, കൊടുക്കണോ? ഇവൻ നിന്റെ തുണി love കൊടുക്കണ്ട. കൊണ്ടുവരാൻ ഉടുക്കണ്ടെന്നല്ല പറഞ്ഞത്, ഉടുക്കണ്ടെന്ന്. കൊടുക്കും മിണ്ടാനാണ് പട്ടികളെ. നിനക്ക് ഇപ്പൊ തുണി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ, ഉടുപ്പിക്കാം. In fact, one short. Reception's in, don't என்ன one பண்றான்? short. So, தெரியலையே. And he's not for this yet. This man doesn't want to leave it till the end, if possible. மூட்டை உடைக்கிறானா? யாரு dress எல்லாம் திருடிட்டு போறா? he's off the size. പിടിച്ച് ഞാൻ കേറുവാ. எப்படி உனக்கு இந்த ட்ரெஸ் கிடைச்சது? ഞാനുകൂടി அட பாவி. ഞാൻ കണ്ടു. இப்பதானா இன்ட்ரோவை கொடுக்க போறாங்க ஹீரோயினுக்கு. இந்த ஹீரோ இன்ட்ரோடக்ஷன் படம் முடியறப்ப தராங்க. இந்த ட்ரெஸ் எப்படி கிடைச்சது உங்களுக்கு? தெரியலையே. ஏது இவனுக்கு? அவன் தான் அதனால ஸ்கோர் பண்ண மாதிரி காமிச்சாங்கல்ல. ആദ്യമായിട്ട് പ്രേംരാജിനെ കൊണ്ടൊരു ഉപകാരമുണ്ട്. ஓ മതി, വാ. அவன் ரூம்ல போய் திருடிட்டு வந்துட்டான் போல. ஓ. என்ன பண்றாரு? புடி அப்படியே புடிச்சிக்கிறாரு. இன்ஜெக்ஷன்னா பயம் போலடா. ഇങ്ങനെ മതി. இது இங்கிற மாதிரி. புடிச்சிட்டானுங்க ஆக்சுவலா. ഡോക്ടറിനെ വിളിക്കാം. ஓ இவன் ஒயிட் ட்ரெஸ் இருக்கா? பேய்னு நினைக்க போறாங்க இப்ப. ലേഡി സ്റ്റോറാണ്. அட்டாண்டா சாத்தப்பட்டு. ഭയങ്കര ഭയങ്കര. ഇവിടെ വാതിലടച്ചില്ലേ? അടയ്ക്കണവേ. ஆரம்பிச்சிட்டான்டா அவன். നമ്മൾ കണ്ടു കാണോ? ഓടേ, നേരെ ടെറസ് വിട്ടു. ഓടടി. ഓ, വേഗം. അടി, ഇങ്ങോട്ട്. കൈ വിടടാ, കൈ വിടടാ. கையோடா. ഇത് ആരുടെ കയറി വരുന്നത്? അവളെ പിടിച്ചു. വാ, മോളെ, അവളെ പിടിച്ച് മാറ്റി. ആരാ അത്? ഞാൻ പാണ്ഡ്യകുമാർ. ഏത് അണ്ടികുമാറാണ്? സോറി അണ്ണാ, ഞങ്ങൾ മാറി തരാം. ഡേയ് ഇത് വൺ വേ, താഴോട്ട് ഇറങ്ങിക്കോ. ஒன் வே. அந்த பாட்டி பெல் அடிச்சிருக்காங்க. അയ്യോ അത് ഞാൻ ഓർത്തില്ല. ഡേയ് സാരമില്ല, നിങ്ങൾ എന്നാലും മാറ്റി കയറിയതല്ലേ, ഇനി തിരിച്ചിറങ്ങണ്ട, ഞങ്ങൾ മാറിയെന്നോളാം. അത് സാരമില്ല, നിങ്ങൾ ഇറങ്ങിക്കോ, ഞങ്ങൾ മാറി തരാം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളെ കയറ്റിയല്ലേ ഞങ്ങളുടെ മനസ്സിനൊരു സമാധാനമുള്ളൂ. അത് സാരമില്ല, നിങ്ങൾ ഇറങ്ങിയ ശേഷം ഞങ്ങൾ കയറിക്കോളാം. നിന്നോടൊക്കെ മര്യാദയ്ക്ക് കയറി വരാൻ പറഞ്ഞു. കയറി വേണം പൈത്തട്ടുകളെ. എന്നാ ഓക്കെ அதான் கேக்குறேன். കയറി വരണടാ, വഴി ക്ലിയർ ആയി. இதானே? வலி கிளியர் ആയി. നോക്കി നോക്കി പിടിച്ചിറങ്ങും. ആ സൂക്ഷി. ആ വാ. അവിടേക്ക് വേറെ പിള്ളേരുണ്ട്, അവിടേക്ക്. അയ്യോ അണ്ണമാരെ, ഫാദർ ഉറങ്ങാനും സമ്മതിക്കില്ല ഉമാര്. എന്താടാ ഇവിടെ? ഞങ്ങൾ ഈ ചേട്ടന്മാരോട് ചില ഡൗട്ട്സ് ചോദിക്കാൻ വന്നതാ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ അവർക്ക് ഡൗട്ട്സ് പറഞ്ഞു കൊടുക്കാൻ വന്ന. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ വിളിച്ചുണർത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്, പുല്ല് വില. അച്ചോ ആ കാര്യം ചോദിക്കച്ചോ. ആ എടാ ബാനു, നിന്റെ റൂമിൽ ഇവൻ വീണ്ടും യക്ഷിയെ കണ്ടെന്നോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താടാ? എന്റെ ഫാദർ ഇയാളുടെ തലയ്ക്ക് ഭ്രാന്ത. വെള്ളം അടിച്ച് വെളിയില്ലാതെ ഓരോന്ന് പറയുവാ. അതെനിക്ക് മനസ്സിലായി. നാളെ തന്നെ ഇവനെ ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കാൻ പോകും. എന്റെ പൊന്നു ഫാദറെ, എന്നൊന്ന് വിശ്വസിക്കേ. നീ പോടാ. എല്ലാവരും അവരവരുടെ റൂമിൽ പോയട്ടെ. ഗോ ടു യുവർ റൂംസ്. വെറുതെ മഞ്ഞ് കൊണ്ട് പനി പിടിപ്പിക്കണ്ട കേട്ടോ. അല്ല ഫാദർ, അത് ബാക്കി നാളെ പഠിക്കാടാ. ഇവ കടങ്ങി നിന്നൂടെ. അച്ചോ പിന്നെ ഇവിടെ പോறாங்க. അച്ചോ, ഞാൻ പോയി കുരിശെടുത്തോണ്ട് വന്നാലോ? അച്ചോ പാമ്പായിരിക്കും. അച്ചോ പെരിച്ചാഴിയായിരിക്കും. അച്ചോ ഞാൻ നോക്കച്ചോ. இவன் பாரு, அஞ்சு இப்ப கரெக்டா வெளியே இறங்க போறாங்க. எப்ப இறங்க போறாரு? ஒருவேளை ஹோஸ்டல் இருப்பாளோ? മുട്ടാൾ മാറി പേസാതെ. സാർ, ആ പെങ്കൊച്ച് ഒളിച്ചോടിയതാണെങ്കിൽ ഇവിടെ ഒന്നും തിരക്കിയിട്ട് കാര്യമില്ല. ഏതെങ്കിലും ട്രാവൽ ഏജൻസി തിരക്കിയ എന്തെങ്കിലും തുമ്പ് കിട്ടും. இந்த டைம்ல எந்த டிராவல் ஏஜென்சியடா திறந்திருப்பாரு? നാളെ വീണ്ടും നേരം വെളുക്കില്ലേ?
അപ്പൊ തുറക്കില്ലേ? போயிட்டு சாப்பிட்டு பொறுமையா வருவோம். കാലം വണ്ടി ഒതുക്കിട്ട് കിടക്കാം. നാളെ കാലയില് ഈ ഹോസ്റ്റലിലെ ഏറ്റവും കിടല റൂമാണ് കേട്ടോ ഇത്. ഇരിക്കി. പിന്നെ അവന്റെ റൂമിലോട്ട് ഇനി പോണ്ട കേട്ടോ, റിസ്കാ. ആകെ ചളവായി. ടെറസിലേക്കുള്ള വാതിലും യക്ഷിയെ പേടിച്ച ശേഷം പൂട്ടിയെടുത്തു. ഞാൻ നോക്കിട്ട് ഇനി ഒരു മാർഗേ ഉള്ളൂ. നീ ഞങ്ങളുടെ കൂടെ അങ്ങ് കൂടിക്കാവണ്ടേ? കാരണം കുറ്റം അടിച്ചു പൊളിക്കും ഞാൻ. മര്യാദയ്ക്ക് എന്നെ പുറത്തിറക്കിയില്ലെങ്കിലുണ്ടല്ലോ മോശം. അളിയാ, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നാലും യവനെ എങ്ങനെ കൊല്ലാന്നായിരിക്കും. കൊടുകേ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് ഹോസ്റ്റലിന് തീയിട്ടാലോ? അപ്പൊ എല്ലാരും ഇറങ്ങി ഓടും. കൂട്ടത്തിൽ ഇവളും ഇറങ്ങി ഓടട്ടെ. എന്താ? ഇത് നേരത്തെ അളിയാ, നീ ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നോ? എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഹോസ്റ്റലിൽ നമ്മൾ ശരിക്കും യക്ഷിയെ കൊണ്ടുവരുന്നു. മനസ്സിലായില്ല? എന്തായാലും ഇവിടെ ഒരു യക്ഷിയുണ്ടെന്നൊരു ശ്രുതി ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്കത് ഉപയോഗിച്ചുകൂടാ? ஓ ഞാനൊരു 1000 വട്ടം പറഞ്ഞതാ ഇവിടെ യക്ഷിയുണ്ടെന്ന്. അപ്പൊ ഞാൻ അന്തസ് പറഞ്ഞവനായി. ഇപ്പൊ എന്തായി? ഇരുന്നങ്ങ് അനുഭവിച്ചോ. ഇന്ന പിടി. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. എന്താ? യക്ഷിക്ക് ഹോസ്റ്റലിൽ വിട്ടുകൊടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലം തപ്പാം. അല്ലാതെ അച്ഛനെ കൊണ്ട് യക്ഷിയെ തളക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല പിന്നെ ഫാദർ തിട്ടുവേണ്ട. ആരാ? അയ്യോ, എന്ത് പറ്റിയച്ചോ? ഏയ് ഒന്നുമില്ല, നല്ല തണുപ്പ്, അതുകൊണ്ടാ. അല്ലാതെ പേടിച്ചോണ്ടൊന്നുമല്ലോ. എന്താ വന്നത്? അച്ചോ, എന്താ? ഈ ഹോസ്റ്റൽ ലക്ഷ്യമുണ്ട് അച്ചോ. പോടാ അവിടുന്ന്. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതല്ലച്ചോ, നമ്മൾ അവളെ വിളിച്ചു വരുത്താൻ പോകുന്നു. എവളെ? യക്ഷിയെ. പേടിപ്പിക്കാതാ. എന്തിന്? അച്ചോ, ആ റീഡിംഗ് റൂമിൽ തൂക്കിയിട്ടിരിക്കുന്ന സായിപ്പച്ചനല്ലേ, അങ്ങേരായി എല്ലാത്തിനും കാര്യം. പോകാതെ നടക്കുന്ന യക്ഷിയെ അത്. നമുക്കേ പറ്റൂ. എങ്ങനെ? ராஜா பாடா ഓജോ പോട്രോ. இவனுக்கு ஹாஸ்டல் போக உறங்கிட்டு நான் அப்படிதான் நினைச்சேன். കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർക്കാന്ന് കേട്ടിട്ടില്ലേ? അതാ ഇവിടെ നടക്കാൻ പോകുന്നത്. സായി പച്ചൻ കളിച്ച അതേ ഓജോ. അതിത്തിരി കടന്ന കയ്യാ. നീ അതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല അച്ചോ. ഏതായാലും അവളെ അതിനകത്ത് കയറ്റി. ഇനി അവളെ പുറത്തിറക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം. നാളെ രാത്രി ഞാൻ അവളെ വിളിച്ചു വരുത്തും. പക്ഷെ അവളെ ഇവിടുന്ന് പുറത്താക്കണ്ടത് അത് അച്ഛന്റെ ജോലി. ഞാനിവിടെ മര്യാദക്ക് ജീവിക്കുന്ന കണ്ടിട്ട് നിനക്കൊന്നും പിടിക്കുന്നില്ലല്ലേടാ. അച്ഛൻ എന്തോ ഒരു മാതിരി പിള്ളേരെ പോലെ അച്ഛനെ കൊണ്ട് പറ്റുവച്ചു. അച്ഛനല്ലാതെ മറ്റാർക്ക് ആ ഒരു ദൈവിക ശക്തി ഉള്ളത്? അച്ഛന്റെ ആ പ്രഭ കണ്ടാ തന്നെ യക്ഷി ഇറങ്ങി ഓടില്ലേ? അത് ശരിയാ. ഇന്ന് എന്തായിരുന്നു ഓട്ടം? അച്ചോ, മുഖസ്തുതി പറയാന്ന് വിചാരിക്കുന്നു. ഇവിടെ പിള്ളേർക്ക് അച്ഛനെ പുല്ല് വിലയാ. സത്യം. അതൊന്നും മാറ്റിയെടുക്കാനുള്ള വഴിയേത് ഞങ്ങൾ പറയാനുള്ള പറഞ്ഞു. എന്നാലും ഒരു ഒരെന്നാലും അച്ചോ, ഇനി രണ്ടിലും തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ. വരണടാ. இன்னும் மாடவனுங்க ஆடிட்டு இருக்கானுங்க. ஓ, இப்ப சிங்காய் ஆடுறாங்க. ഹോസ്റ്റലിന്റെ ഇടനാഴികളിൽ തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടിൽ കാതടപ്പിക്കുന്ന അലർച്ച കേട്ടെന്നിരിക്കും. ദ്രവിച്ചു പഴകിയ ജനാലകളുടെ വിടവിലൂടെ നോക്കുമ്പോൾ ഓടി മറയുന്ന പല രൂപങ്ങളെയും കണ്ടെന്നിരിക്കും. എന്ത് സംഭവിച്ചാലും ഇന്ന് രാത്രി ആരും മുറിക്ക് പുറത്തിറങ്ങരുത്. ഈ ഓജോ ബോർഡ് ശരിക്കും സത്യമാണോ അണ്ണാ? തെളിയിക്കപ്പെട്ട സത്യം. അവിശ്വസിക്കുന്നതേ പാപം. ഒരു ഉടായി പിന്നെ നമ്മൾ അടിക്കുന്നില്ലേ? ഇക്കാലത്ത് എവിടുന്ന യക്ഷി? ഇതുപോലെ പ്രേതത്തെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞോനാ കടയ്ക്ക് അവർ തട്ടുകട നടത്തിയിരുന്ന ടി കെ വിനോദ്. ബാക്കി പറഞ്ഞു കൊടുക്കാറോ? ഓ, മറ്റേ യക്ഷിക്കാവിനടുത്ത് ചോര ഛർദ്ദിച്ച് ഭയങ്കര ദാരുണമായിട്ടുള്ള അന്ത്യമായി പോയി. ഇത് വിശ്വസിക്കണമെങ്കിൽ ഓജോ ബോർഡ് വെച്ച് യക്ഷിയെ വിളിച്ചു വരുന്നത് ഞങ്ങളെ എല്ലാം കാണിച്ചു തരണം. ഇതെന്താ തൃശ്ശൂർ നയം തരാൻ യക്ഷിയുടെ യക്ഷി? അത് മാത്രമല്ല, ഓജോ ബോർഡിന്റെ മാന്ത്രികതയും അന്തരീക്ഷത്തിന്റെ നിശബ്ദതയും സമാസമം நிஜமாவே யக்ஷி வந்துருச்சுனா പ്രമാണം. അതല്ലടാ ബാനു ശാന്തപ്പനും ഫാദറും മാത്രം കയറുന്നേ. ഈ ഋഗ്വേദം വായിച്ചിട്ടില്ലല്ലേ? എവിടുന്ന്? സോ ഇലിറ്ററേറ്റ് ബോയ്സ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പൊളിച്ചിരുന്നോ? എന്നിട്ട് യക്ഷി എന്ന് വിളിക്കുമ്പോ കൂടെ പൊയ്ക്കോണം. ഇവന് മാത്രം എന്താ പേടിച്ചോ? അവനെ യക്ഷി പിടിച്ചോളൂ. മറിയും ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് രാത്രി പലരുടെയും അവസാന രാത്രിയായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നാളെ കാണാം. ഇതടിമുടി മറുതയുടവ போக போல ഒരു പട്ടികത്തിന് നിറയണ തരികിട വഴികൾ
பாத்துட்டாருங்க. வேற யாரை நினைச்சிட்டாங்களோ? ஐயோ ഇവരെ കൊന്ന് ഈ കൊന്ന് ഞാൻ ഒന്നില്ല. ஒரேடியில காலி பண்ணிட்டானுங்க. அப்பயே சட்டையை தூக்கிட்டு ஓடுறான்டா. ப்ரூனோ எங்க? ஓய் என்ன இது? க்ளோ ஆகும்னு நினைக்கிறேன். ப்ரூனோ எல்லா வேலையும் பண்ணி வச்சுட்டான். என்ன இது? சாட் மாதிரி இருக்கு போறேன். அந்த பாட்டியை காட்டிக்கிட்டே இருந்தாங்க இல்ல? அதே அந்த பாட்டி இங்க ஆப்போசிட்ல இந்த பசங்க என் மேல ஏறும்பொழுது இறங்கும்போதெல்லாம் எப்படிடா மூடுச்சு? இல்ல உண்மையாலுமே நீ சொன்ன மாதிரி பேய் இருக்குமோ? இருக்குமோ? அதை பார்த்தா பாட்டி பயப்படுதோ? ஐயோ ஓ அதான் ஹவுஸ் போர்ட் ரைட்டு. லைட்டிங் எல்லாம் பயங்கரமா பிடிச்சிருக்காங்களேடா. டாஸ்க் ஃபோர்ஸ் ஸ்டார்ட் பண்றாங்க. ஐயோ എന്തായാലും ഒരിക്കും ഇനി എങ്ങാനും കറണ്ട് വന്നാലോ ഊരിയേക്കാം. KCB கரண்ட் பஸ்ல இப்படி மீட்டர் லைட் இருக்கு. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ரைட். உண்மையாலுமே பேய் இருக்கு போல. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ദുഷ്ടാത്മാവൻ കൂട്ടിൽ നിന്ന് എന്താ വന്നച്ചോ. ഇവര് ടൈൽസ് ഉണ്ടാക്കാവ. പേര് ചോദിക്കാൻ. വാട്ട് ഈസ് യുവർ നെയിം? ஐயோ இவனா எப்படா கேத்தி சொல்றான்? ஏன் கேத்திங்கர் யாரு? இவன் ஜலங்கி பாத்துக்கான். கிட்ட இருக்கீங்க. ப்ரூனோன்னு நினைக்கிறேன். இல்ல இல்ல வரமோ. വീട് എവിടാന്ന് ചോദിക്കും. வீடா? പ്ലേസ് നാട്ടിൽ എവിടാ? Where is your place? പാരീസ്. செத்தடி மகளே. எங்க வந்து ஏத்தடா வாட்டிட்டு இருக்கீங்க? என்ன ரைட் ஹியரா? போச்சு. என்ன ஊர் வருது? ഇംഗ്ലണ്ട്. இங்கிலாந்து. அவன் பாரிஸ் நினைச்சான்டா, அது இங்கிலாந்து வருதுறான். ஓட்டேன். ஐயோ அடிக்க பேரு கூட்ட ஓடிதாண்டா. തള്ളയ്ക്ക് 4 വർഷം മുമ്പ് അന്ത്യകൂദാശ കൊടുത്ത ഇപ്പോഴും കിടക്കുക മനുഷ്യനെ പേടിപ്പിക്കാൻ. പോച്ച്. അയ്യോ തീ പിടിച്ചേ, എന്റെ റൂമിൽ തീ പിടിച്ചേ, എന്റെ റൂമിൽ കത്തുന്നേ, അയ്യോ തീ പിടിച്ചേ, അയ്യോ 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 അയ്യോ. അലിയ നീ ചോരെ പൊഴിച്ച് ഞാൻ എല്ലാരും വിറച്ചേട്ടാ. ഇത് ഞാനല്ല, നീയല്ലേ വിളിച്ചേ? ഞാനല്ല. ആ ചിലപ്പോ കോശിയായിരിക്കും. എന്ത് പറ്റിയടാ? കോശി ഒരു രക്ഷയില്ലട്ടോ. എന്തിനാ വന്നെന്ന് ചോദിക്കണം. Why did you come? ஐயோ மர்டர். மர்டர்.
What murder? ഈശോ മറിയോ ഞാനാടാ. അതല്ല നിന്റെ മുഖത്ത് നിന്ന് പറ്റി അറിയാതെ വല്ല വീടായിരിക്കും. നീ വാ വാ വാ, ആടെ പണിയുണ്ട് വാ. അന്തസ്സുള്ള ഗോസ്റ്റ് ഒന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. அந்தஸ்திற்கு எந்த கோஸ்ட் இது பண்ணாது. அடா பாவிகளா. ஐயோ ஆஸ்திர கொடுத்துறானுங்க. അടാ പാവികളാ. ഹോസ്റ്റൽ എവിടെയാണെന്ന് ചോദിക്കും. 369 539. Oh my god. ഇവരോട് റൂം. ശരിയാ, നീ പറഞ്ഞതാ. അയ്യോ ഇവിടുന്ന് പോകുമെന്ന് ചോദിക്കും. No. നോ കർത്താവേ. അപ്പൊ யார கொல்ல போறான்னு கேட்கணும்ல. ഇറങ്ങിക്കോ. Oh my god. இது அவக்குள்ளே போய் வந்துருச்சு போலக்கா. ஐயோ ப்ளீச் அடிச்சாங்க. நீங்க ഈ ലൈറ്റ് എഫക്ട് കൊള്ളാലോ. കോശിയുടെ പണിയായിരിക്കും. ഓശിയോ? ഞാനിവിടെ ഇല്ലേ? എന്നാ പിന്നെ ബ്രൂണോ ആയിരിക്കും. അപ്പൊ പിന്നെ ഞാന് கஞ்சா எரிஞ்சு புகை வருதுக்கா. ശരിക്കും നമ്മൾ യക്ഷയാണോടാ പറഞ്ഞു വിടുന്നത്? എനിക്ക് സംശയമില്ലാതില്ല. Oh my god. யார் கொல்ல போகுதுன்னு கேள்வி இப்போ. ഒന്നുകൂടെ ചോദിക്കണ. വീണ്ടും നോയാ? ആഹാ, അത്രയ്ക്കായോ? എന്നാ ഒന്ന് അറിയണമല്ലോ, അല്ലെങ്കിൽ അവൾ. അച്ചോ കൊച്ചി വന്നിരിച്ചെന്ന് நினைக்கிறேன். உண்மையாலுமே அவளுக்குள்ள பேய் வந்துருச்சுன்னு நினைக்கிறேன். நம்மால் எஸ்கேப். In the name of Jesus, I command. പോ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. പോ. அப்ப வேற ஏதோ இறங்கி போயிட்டு இருந்தது. எனக்குமே புரியலப்பா. ஆனா அவ பாடியில இருந்து பிரிஞ்சது தானே. எனக்கு ஒன்றும் புரியலையே. முன்னாடி ஒன்று இறங்கி போன மாதிரி காமிச்சாங்க. Success. ஆமா. யார மர்டர் பண்ண வந்துச்சு? என்ன இது? அதான் அது எஸ்ன்னு வருது. ஓச்சி இவரும் தானே அது. முடிஞ்சல்ல. முடிஞ்சிச்சு. ஆனா எனக்கு என்னமோ டவுட்டா இருக்கு. இப்ப அடியில குமிவானோ? எனக்கு அப்படி ஒரு தோணுச்சு. ഇവൻ ഇത് എവിടെ പോയി കിടക്ക? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇനി വേറെ വല്ല ആളെ വിളിച്ചോണ്ട് വരുമോ? കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ. ഒന്നിനെ ഇറക്കി വിടാൻ പറ്റ പാട് എനിക്കറിയാം. എന്നാലും ഇവൻ എവിടെ പോയി? ഇനി വല്ല അപകടവും പറ്റി കാണോ? എനിക്ക് എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ സ്ഥലം. റെമോ போச்சு. சும்மா இல்லாம இறக்கிட்டாங்க. அட பாவிகளா, அட நைட்டு தூங்குறடா. காலைல எனக்கு வேலை இருக்குடா. அட பாவிகளா, ஜம்ப் ஸ்கேர் போட்டு விட்டானுங்க. இவ்வளவு பேய் ஃபாலோ பண்ணுமோ? நான் என்னத்த கண்டேன்? என்னமோ. ஓ தலை வந்துட்டானா? ரொமான்ஸ்? താനെന്താ ഇവിടെ? അല്ല, ബാഗ് തരാം. ഇത് വരാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ? അതെ. അല്ല, പക്ഷേ കാര്യം എനിക്ക് മനസ്സിലായി. അതിനെപ്പറ്റി നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഇപ്പൊ താൻ ചെല്ല്. അപ്പോ ശരി, ഓക്കെ. காலைல போய்க்கலான்றல. എന്തായാലും പുറത്തിറങ്ങാൻ പുറത്ത് അപ്പാവും അപ്പാവിടെ ഗുണ്ടകളും ഉണ്ട്. ഒരു 3 മണിയാവുമ്പോഴേക്കും എല്ലാരും மறுபடியுமா? மறுபடியும் അപ്പൊ നമുക്ക് പുറത്തിറങ്ങാം.
ஆக்சுவலி நிறைய பேர் வந்து இந்த படம் பார்க்க சொல்லி கேட்டிருந்தீங்க. நிறைய பேர் வந்து இத பயங்கர ஃபன்னியா இருக்கும். ஒரு சில பேர்லாம் வந்து இந்த படம் பாருங்க, உங்களுக்கு சிரிப்பு வரலைன்னா நான் மொட்டை அடிச்சுக்கிறேன்லாம் ஒரு சில பேர் சொல்லியிருந்தாங்க. நாங்களும் சரி ரைட்டு இது கண்டிப்பா பார்த்தே ஆகணும்னு நெனச்சோம். ஒரு நல்ல ஃபன் என்டர்டெய்னரா இருந்துச்சு. ஒரு யங் வைப்ஸ்ல ஒரு நல்லா பண்ணியிருந்தாங்க. 2015 அந்த ரேஞ்சில வந்திருக்கும்னு நெனைக்கிறேன். ஸோ அந்த டைம்ல வந்த மூவிஸோட மலையாள வைப்ஸ் அதெல்லாம் சூப்பரா இருந்துச்சு. ஒரு கம்மி பட்ஜெட்ல நல்ல சூப்பரான ஒரு ஃபன் என்டர்டெய்னர் தான் சொல்லணும். நடிச்சிருந்த எல்லாருமே சூப்பரா பண்ணியிருந்தாங்க. எல்லாரும் யங்கா பயங்கரமா இருந்தாங்க. நம்ம அஜு வர்கீஸா இருக்கட்டும், நீரஜ் மாதவா இருக்கட்டும். ஆக்சுவலி எனக்கு ஹீரோ வந்து இதுக்கு முன்னாடி நான் பார்த்ததில்ல. ஆள் நல்லா சூப்பரா இருக்காரு. இதுக்கப்புறம் எதுவும் நடிக்கலையா அவரு? அதுக்கப்புறம் எனக்கு பெருசா தெரியல. பார்த்தது தெரியல. இதான். ஆனா ஆள் நல்லா ஸ்மார்ட்டா சூப்பரா இருந்தாங்க. ஹீரோயினுமே சூப்பரா ஒர்க் பண்ணியிருந்தாங்க. ஒரு நல்ல ஜாலியான படமா இருந்துச்சு. நான் நினைச்சேன் ஆக்சுவலி நான் ஒரு 2, 3 இடம் பிரெடிக்டபிளா இதெல்லாம் நடக்கும்னு நினைச்சேன். பட் இருந்தாலுமே அது வந்து சூப்பரா வச்சிருந்தாங்க. என்னதான் எக்ஸ்பெக்ட் பண்ண முடிஞ்சாலும் அதோட எலமெண்ட் கரெக்டா மேட்ச் பண்ணியிருந்தாங்க. நல்லா இருந்துச்சு. செம்ம ஜாலியா போச்சு. எனக்கு பிடிச்சிருந்துச்சு. எனக்கு வந்து ஆக்சுவலி சிம்பிளா சொல்லணும்னா ஒரு ஒன் பிளாட் ஸ்டோரி தான். ஒரு பொண்ணு ஒரு ஹாஸ்டல்ல போய் மாட்டிக்கிச்சு அவ்வளவுதான். பட் வந்து சூப்பரா ஜாலியா எடுத்துட்டு போயிருக்காங்க. நல்லா இருந்தது. நான் ஃபுல்லா என்ஜாய் பண்ணேன். ஆமா. சின்ன சின்ன மொமெண்ட்ஸையும் வந்துட்டு பயங்கரமா அங்கேயே இருந்து என்ஜாய் பண்ண என்ன நல்லா பண்ணியிருப்பாங்களோ அதெல்லாம் பயங்கரமா சூப்பரா பண்ணியிருந்தாங்க. ஜாலியா இருந்துச்சு படம் ஃபுல்லா. நைஸ். ஆக்சுவலி ஆமாப்பா. அதாவது பெருசா இந்த சின்ன பிள்ளை இல்ல. ஒரு சின்ன ஒரு ஹாஸ்டலுக்குள்ளேயே வந்து ஒரு 2 மணி நேரம் போர் அடிக்காம எடுத்துட்டு போறதுலாம் பெரிய விஷயம். எனக்கு வந்து சின்ன சின்ன விஷயத்துல எனக்கு செம சிரிப்பா வந்துச்சு. அந்த கீழ சாவி போட்டு சும்மா 3 பேர் ஆமா, ஆமா. தடவுறாங்க. பட் ஃபார் சம் ரீசன் எனக்கு வந்து செம ஃபன்னியா இருந்துச்சு. அதுவே எனக்கு வந்து சிரிச்சு சிரிச்சு தலையே வலிக்க இருந்துச்சு. அது வந்துட்டு எனக்கு அந்த மாதிரி சின்ன சின்ன எலமெண்ட்ஸ்லாம் எனக்கு ரொம்ப ரொம்ப பிடிச்சிருந்துச்சு. ரொம்ப ரொம்ப ரசிச்சு பண்ணியிருந்தாங்க. ஸோ அதாவது அந்த படத்தோட அட்வான்டேஜ் சொல்லணும். பார்த்து முடிச்சதுக்கப்புறம் ஒரு நல்ல எக்ஸ்பீரியன்ஸா இருக்கு. ஆனா இப்ப யோசிச்சு பார்த்தா எனக்கு பெருசா எதுவுமே ஞாபகமே இல்லாத மாரி இருக்கு. நல்ல ஒரு ரிலாக்ஸ்க்காக ஜாலியா என்ஜாய் பண்ணி பார்க்கலாம். அப்படி ஒரு படம். ஆமா. பாய்ஸ் எலமெண்ட் வந்து நெறைய வச்சிருந்தாங்க உள்ள. ஸோ என்னோட ஹாஸ்டல் டேஸ்ல கொஞ்சம் ஞாபகம் வந்துச்சு. அந்த மாரி இருந்துச்சு. ஒரு ஹேப்பி மொமெண்ட்ஸ். நல்ல படம். எங்களுக்கு பிடிச்சிருந்துச்சு. உங்களுக்கு பிடிச்சிருக்குன்னு நெனைக்கிறேன். இந்த மாரி வேற ஏதாவது படம் பார்க்கணும்னாலும் கமெண்ட் செக்ஷன்ல கண்டிப்பா சொல்லுங்க. பார்க்கலாம். மீண்டும் அடுத்த வீடியோல சந்திப்போம். நன்றி, வணக்கம். பை பை.